Very good morning, dear students. Hope you all are fine. So today we'll move with a new topic. New topic എന്ന് പറയാനില്ല, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്ന 3 points ആണ്. That is price determination under oligopoly. അതിൽ വരുന്ന 3 കാര്യങ്ങളാണ് ഇൻഡിപെൻഡൻറ്റ് പ്രൈസിങ്, അതായത് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്രൈസിങ് അണ്ടർ ലീഡർഷിപ്പ്, ആൻഡ് തേർഡ് വൺ ഇസ് പ്രൈസിങ് അണ്ടർ കൊല്യൂഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. So in the last class till independent pricing we have seen, and now we are going to continue with price leadership. അപ്പോൾ ഇതിൽ തന്നെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. In a particular industry there will be a leader firm എന്നുള്ളത്. So the leader firm will decide at what price the product has to be sold in the market എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ലീഡർ എന്ന് പറയുമ്പോൾ ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് ഏകദേശം നമുക്കിതൊന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പ്രൈസ് ലീഡർഷിപ്പ് ഈസ് ആൻ ഒലിഗോപോളി മോഡൽ that explains price determination under oligopoly. Under this model, price is set by one firm that emerges as a leader. അപ്പോൾ ഏത് ഫേമാണോ ഒരു ലീഡിങ് കപ്പാസിറ്റി ആയിട്ട് നിൽക്കുന്നത്, ദ ഹോൾ ഇൻഡസ്ട്രിയിൽ ലീഡിങ് കപ്പാസിറ്റി ആയിട്ട് നിൽക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഫേം ഏതാണോ, സോ അവർ ഏത് പ്രൈസാണോ ഫിക്സ് ചെയ്യുന്നത്, ദി അതർ ഫേംസ് വിൽ ഫോളോ ഇറ്റ് എന്നുള്ളതാണ്. അതർ പീപ്പിൾ ഫോളോവേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അതർ ഫേംസ് വിൽ ഫോളോ ദ പ്രൈസ് സെറ്റ് ബൈ ദ ലീഡർ. സംടൈംസ് ദ ലീഡർ എമർജസ് സ്പോണ്ടേനിയസ്ലി ബൈ ഇറ്റ്സ് ട്രാക്ക് റെക്കോർഡ് and acceptance of its leadership position by other firms. Sometimes the leadership is decided by a tacit understanding between firms. Okay, this form of understanding through collusion results collusive oligopoly. Price leadership is an accepted form of pricing because it avoids unhealthy cutthroat competition. So ഇവിടെ പറഞ്ഞു വന്നത് എന്താണെന്നുണ്ടെങ്കിൽ, in price leadership in the particular industry there will be a firm who has the leading capacity. That particular firm will fix the price of the product, and the followers or the other firms in the industry will accept that price ennulladanu. Sometimes the leader may emerge spontaneously by its track record and acceptance of its leadership position by other firms. അപ്പോൾ ഇവരുടെ ട്രാക്ക് റെക്കോർഡിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ആക്സെപ്റ്റൻസ്, ദാറ്റ് ഈസ് ഇവർക്കുള്ള അംഗീകാരം, അതിനെ ബേസ് ചെയ്തിട്ട് ഇവരുടെ ലീഡർഷിപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ലീഡർ ഫേം ആക്കിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അതല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എമർജൻസി സ്പോണ്ടേനിയസ്ലി വന്നിട്ടുള്ള ടീമുകളാണ്. ഓക്കെ, സംടൈംസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ഡിസൈഡഡ് ബൈ എ ടാക്സിറ്റ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഫേംസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബേസിസിൽ ഏതെങ്കിലും ഒരു ഫേമിനെ അവർ ലീഡറാക്കി മാറ്റുന്ന സിറ്റുവേഷൻ. ദിസ് ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് കൊലൂസീവ് ഒലിഗോപോളി എന്നുള്ളത്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് എൻ ആക്സെപ്റ്റഡ് ഫോം ഓഫ് പ്രൈസിങ് ബിക്കോസ് ഇറ്റ് അവോയ്ഡ്സ് അൺഹെൽത്തി കട്ട്ത്രോട്ട് കോമ്പറ്റീഷൻ. സോ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം അപ്പോൾ നമുക്ക് ഈ കട്ട്ത്രോട്ടായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, ഒരു എന്താ പറയാം, ഒരു ദാറ്റ് ഈസ് നമ്മൾ മാത്രം ബിസിനസ് ഫീൽഡിൽ നിന്നാൽ മതി, ബാക്കിയുള്ളവർ നിൽക്കണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ നമുക്കൊരു പരിധി വരയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് നൗ വിൽ സി ഫോംസ് ഓഫ് ലീഡർഷിപ്പ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡോമിനൻറ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദ ഡോമിനേറ്റിംഗ് ഫേം ഹാസ് ദി ലീഡിങ് കപ്പാസിറ്റി. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അണ്ടർ ഡോമിനൻറ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് വൺ ഫേം എമർജസ് ആസ് എ ഡോമിനേറ്റിംഗ് ലീഡർ. അപ്പോൾ ഏത് ഫേമാണോ ഡോമിനേറ്റിംഗ് ലീഡറായിട്ട് വരുന്നത്, the decision of the dominating firm regarding the price is accepted by all other firms. The dominating firm ഏതാണോ, that firm will fix the price and all the followers അല്ലെങ്കിൽ all the other firms will accept the price എന്നുള്ളതാണ്.
The dominating firm will have near monopoly status and power. ശരിയല്ലേ? ഈ ഡോമിനേറ്റിംഗ് പേഴ്സൺസിനെ, അതല്ലാന്നുണ്ടെങ്കിൽ ഡോമിനേറ്റിംഗ് ഫേമിനെ ചെറുതായിട്ടൊരു മൊണോപ്പൊളി അല്ലെങ്കിൽ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരിക്കും, അതിൻ്റെ ഒരു സ്റ്റാറ്റസ്. അതർ ഫേംസ് വിൽ ബി സ്മോൾ പ്ലേയേഴ്സ് ഓൺ ദി ഫ്രഞ്ച്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കളിക്കാരാണ്. കളിക്കളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഡോമിനേറ്റിംഗ് ഫേമുകളാണ്. സോ ആരൊക്കെ അവിടെ നിൽക്കണം, ആ ഇൻഡസ്ട്രിയിൽ നിൽക്കണം, ആരൊക്കെ ഇൻഡസ്ട്രി വിട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇവർ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാൻ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറൊരു കളികളും അതിലുണ്ട്. ദാറ്റ് ഈസ് ദ പേഴ്സൺ അല്ലെങ്കിൽ ദ ഫേം ഹു ഈസ് ദ ഡോമിനേറ്റിംഗ് ഫേം എന്ന് പറയുന്നത് ദേ വിൽ ജസ്റ്റ് മേക്ക് അതേഴ്സ് പ്ലേ എന്നുള്ളതാണ്. കളിക്കളത്തിൽ കളിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കളിയിൽ ആരൊക്കെ ഉണ്ടാവണം, കളിയിൽ നിന്ന് ആരൊക്കെ പുറത്താകണം എന്നുള്ളതും അവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ഡോമിനൻറ്റ് ഫേം മേ ബി ദ ലാർജസ്റ്റ് ഫേം ഇൻ ദ ഇൻഡസ്ട്രി. അവർക്ക് എന്ത് പ്രൈസ് മാറ്റം വന്നാലും അത്ര പെട്ടെന്ന് അവർ താഴേക്ക് വീഴുന്ന ടൈപ്പല്ല. ബിക്കോസ് അവർ ലാർജസ്റ്റ് ഫേമാണ് in the industry with the largest market share also. It can also be a firm whose previous actions as a leader came to be accepted and respected by other firms in the industry. The dominant firm sets a price with monopolistic power, and the other firms simply accept that price and adjust their output. അതാണ് ഞാൻ പറഞ്ഞത്. അവർ തീരുമാനിക്കും. ദ ഡോമിനൻറ്റ് ഫേം ഡിസൈഡ് ചെയ്യും. ആൻഡ് അതർ ഫേംസ് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് പ്രൈസ് റെഡ്യൂസ് ചെയ്യുക മാത്രമല്ല, അവരെന്താ ചെയ്യുന്നത്, അവർ ഔട്ട്പുട്ടും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ചില ഫേമുകൾക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല. അവർ കളിക്കളം വിട്ട് പോകേണ്ടവർ തന്നെയാണ്. ഓക്കെ, so they will adjust their output in such a way that this price is equal to the marginal cost. അവരുടെ മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആകുന്നവരിക്കും അവരുടെ പ്രൈസ് അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. The price at which a product is sold is also the marginal revenue of the firms. Therefore, for the French firms at the equilibrium point, marginal cost will be equal to the marginal revenue. അപ്പോൾ ഈ വക്കത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതിന് ഫ്രഞ്ച് ഫേംസായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാം നമുക്ക് പേജ് നമ്പർ 123 ഫിഗർ നമ്പർ 13 അതിൽ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് കർവ് ആണ്. This represents the summation of the aggregate demand in the market. MC1 എന്ന് പറയുന്നത് marginal cost curve of the fringe firms ആണ്. This is obtained by the horizontal summation of the cost curves of all fringe firms എന്നുള്ളതാണ്. MCD is the marginal cost curve of the dominant firm. And MRD എന്ന് പറയുന്നത് അത് dominant firmൻ്റെ marginal revenue curve ആണ്. And DD is the demand curve of the dominant firm. It is important to note that the demand curve of the dominant firm is below the aggregate demand curve. ഇതാ ഞാൻ പറഞ്ഞ അവർക്ക് എന്താ പറയാം, ഇനിയും പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇഫ് ദർ ഇസ് നോ ഡോമിനേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ by the dominant firm, the price would be OC. This equilibrium price will be reached at the point where the industry demand curve intersects the marginal cost curve of the fringe firms എന്നുള്ളതാണ്. Okay, this will be the price under competitive conditions. Since consumers can buy the good at price OC, this is the maximum price that can be charged by the dominant firm. In practice, the dominant firm will be charging a lower price to exert its dominance in the market. അവരുടെ ഡോമിനൻസ്
അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡ്യൂസ്ഡ് പ്രൈസിന് അവർ കൊടുക്കുകയാണ്. ആ പ്രൈസിനെയാണ് OP എന്ന് പറയുന്നത്. ഡോമിനൻറ്റ് ഫേം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. The equilibrium output of the dominant firm will be OQD. This is the profit maximizing output for the dominant firm. The dominant firm will sell this output at price OP. അപ്പോൾ OPയിൽ വരുന്ന എത്ര ഔട്ട്പുട്ടാണോ വരുന്നത് അത്രയും ഡോമിനൻറ്റ് ഫേമിന് സെല് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, വൺസ് ദ ഡോമിനൻറ്റ് ഫേം സെറ്റ്സ് ദ പ്രൈസ്, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡോമിനൻറ്റ് ഫേം പ്രൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് OP, ദിസ് പ്രൈസ് ഇസ് ആക്സെപ്റ്റഡ് ബൈ ഓൾ ദ ഫ്രിഞ്ച് ഫേംസ് ആണ്. The fringe firms will be in equilibrium selling OQ1 quantity of the output. So അവരും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസ് ലീഡർഷിപ്പ് ബൈ ദി ലോ കോസ്റ്റ് ഫേം. അപ്പോൾ ഒരു ലോ കോസ്റ്റ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. A widely seen form of price leadership is the leadership by the firm with the lowest cost in the industry. One firm may emerge as the lowest cost producer due to factors such as scale of operation, technological superiority, innovations, etc. Such a firm can set a very low price and destroy the competition. Okay, competition ഒറ്റ ആൾ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത്രയും ലോ പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതർ ഫേംസിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ദിസ് വിൽ ബി ദ സൂസൈഡൽ ഫോർ ദ റൈവൽ ഫേംസ്. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവർ ഇൻഡസ്ട്രി വിട്ട് പോകേണ്ടി വരും. ദെയർഫോർ അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആക്സെപ്റ്റ് ദ പ്രൈസ് സെറ്റ് ബൈ ദ ലോവസ്റ്റ് പ്രൊഡ്യൂസർ. സോ അവർക്ക് ഇൻഡസ്ട്രി വിട്ട് പോകാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്യും, ഡോമിനൻറ്റ് ഫേം ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ലോ കോസ്റ്റ് ആയിട്ട് വരുന്ന ഫേം ആരാണോ അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. അവർക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കാം, റോ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സുപ്പീരിയോറിറ്റിയോ, ഇതൊക്കെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഏറ്റവും ലോവർ കോസ്റ്റിന് അവർക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവർ ചിലപ്പോൾ പുതിയ ഫേം ആയിരിക്കാം, ഡോമിനൻ്റ് ആവണമെന്നില്ല അല്ലെങ്കിൽ ലീഡർ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല, പക്ഷേ അവർക്ക് ഏറ്റവും മിനിമം പ്രൈസിന് അവർക്ക് സെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മിനിമം പ്രൈസിന് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ അവരെന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ ഏറ്റവും ലോ പ്രൈസാണ് അവർ കോട്ട് ചെയ്യുന്നത്. സോ ദ അതർ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി അവർക്ക് ഒന്നെങ്കിൽ അവരെ പ്രൈസ് റെഡ്യൂസ് ചെയ്യണം, റെഡ്യൂസ് ചെയ്ത് നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ലീവ് ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അവിടെ വരുന്നത്. സോ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അതർ ഫേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ ഈ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഫിഗർ നമ്പർ 14 തന്നിട്ടുണ്ട്. സോ അതിൻ്റെ MC കർവ്, അതേപോലെ തന്നെ അതിൻ്റെ MCB, MCA, മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് ഫേം എയും ഫേം ബിയുടെ കാര്യങ്ങളും അവിടെ തന്നിട്ടുണ്ട്. ഇൻ ഡയഗ്രാം MCA എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് കർവ് ഓഫ് ഫേം എ ആണ്. അതേപോലെ MCB എന്ന് പറയുന്നത് ഫേം ബിയുടെ മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. അതിൽ MCB ലൈസ് ലോവർ ദാൻ MCA. ഇറ്റ് ഈസ് ക്ലിയർ ദാൻ ഫേം ബി ഹാസ് ദി ലോവർ കോസ്റ്റ്. അപ്പോൾ ബി ആണ് അവിടെ ഏറ്റവും ലോവർ കോസ്റ്റിന് അവർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. AR ആൻഡ് MR എന്ന് പറയുന്നത് ഷോസ് ദ ആവറേജ് ആൻഡ് മാർജിനൽ റെവന്യൂ of both the firms എന്നുള്ളതാണ്. We know that equilibrium is at the point where MC, MR and MC curve cuts MR curve from below. അല്ല, MC is equal to MR ആകുന്നത് എവിടെയാണോ അതേപോലെ തന്നെ MR curve, MC curve എന്ന് പറയുന്നത് MR curveന് ഫ്രം ബിലോ കട്ട് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ആ പോയിന്റ് ഇക്വിലിബ്രിയം ആയിട്ട് നമുക്ക് വരുന്നത്. ഫോർ ഫേം ബി this is at E1 ലാണ് അവർ ഇക്വിലിബ്രിയം നിൽക്കുന്നത്. The equilibrium price corresponding to this point is OP or MQ. For firm A, the equilibrium point is at E2.
The price corresponding to this equilibrium point is OP1. Since the price of firm B is lower than the price of firm A is forced to accept the price which has been set by B എന്നുള്ളതാണ്. Thus OP will be the price at which both firms sell the product. അപ്പോൾ OP എന്ന് പറയുന്ന പ്രൈസിലാണ് ഫേം എ ആയാലും ഫേം ബി ആയാലും സെൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫേം ബി അത്രയും ലോവർ കോസ്റ്റിനാണ് കൊടുത്തേക്കുന്നത്, പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് എന്താ പറയാം, ഇതിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പേരും കൂടി OP എന്ന് പറയുന്ന പ്രൈസിലാണ് മാക്സിമം അവരെന്ത് ചെയ്യാൻ പോകുന്നത്, അവരവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദാസ് ദ ലോ കോസ്റ്റ് ഫേം സെറ്റ്സ് ദ പ്രൈസ്. അപ്പോൾ ഇവിടെ ഡോമിനൻ്റ് ആവണമെന്നില്ല, ലീഡർ ആവണമെന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ വരുന്നില്ല. അവർക്ക് ലോ കോസ്റ്റിന് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ട പ്രൈസും വെരി ലോ പ്രൈസ് അവർക്ക് കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ഇതിൽ തന്നെ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പാണ്. എന്താണ് ബാരോമെട്രിക് എന്ന് പറയുന്നത്? Under barometric price leadership, one firm emerges as the barometer of the industry and initiates price setting. അപ്പോൾ ഒരു പാലം എന്നുള്ള രീതിയിലേക്ക് ഒരു ഫേം തന്നെ മുന്നോട്ട് വരികയാണ്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ ഒരു പ്രൈസ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട് അവർ തന്നെ മുൻകൈ എടുത്ത് വരുന്ന രീതി. ദ ബാരോമെട്രിക് ഫേം നീഡ് നോട്ട് ബി എ ഡോമിനൻറ്റ് ഫേം or the largest firm or the lowest cost firm. അപ്പോൾ ബാരോമെട്രിക് ഫേമിന് ഈ പറയുന്ന ഒരു ക്വാളിറ്റിയും വേണ്ട. ലീഡർഷിപ്പ് ആവണമെന്നില്ല, ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേം ആവണമെന്നില്ല, ലോ കോസ്റ്റിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേം ആവണം എന്നുള്ളതുമില്ല. The barometric firm is supposed to have a very good knowledge of prevailing market conditions. അപ്പോൾ ഈ ബാരോമെട്രിക് ഫേം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന മാർക്കറ്റിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. സോ ആ ധാരണകളിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ എന്താ പറയുക, ഫ്യൂച്ചറിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, വ്യക്തമായിട്ടുള്ള അവർക്കുള്ള അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പോണത്. ദ ബാരോമെട്രിക് ഫേം ഇസ് സപ്പോസ് ടു ഹാവ് എ വെരി ഗുഡ് നോളജ് of prevailing market conditions, the likely trends emerging in future and the ability to predict future scenario. So അവർക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ എന്നുള്ളതും, അതേപോലെ തന്നെ അവർക്ക് അവരുടെ പ്രഡിക്ഷൻ ഒരിക്കലും തെറ്റാറില്ല. ദേ ആർ ഹാവിങ് ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ദേ ആർ ഹാവിങ് ഗുഡ് നോളജ് ഓൾസോ. റിമെമ്പർ ദാറ്റ് എക്സ്പീരിയൻസ് നെവർ കംസ് ഫ്രം ഗുഡ് സിറ്റുവേഷൻ. ഓക്കെ, so this ability of the barometric firm would have been established by past experience. Okay, അപ്പോൾ ഈ ബാരോമെട്രിക് ഫേമായിട്ട് അവർ വരാനുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിൽ by their past experience, so they can know what will happen, what is going to happen in the market and what will happen in the near future എന്നുള്ളതും അവർക്കറിയാം. The price set by the barometric firm is regarded as the true indicator of the emerging changes in the industry. Therefore, all rival firms accept the price എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമായില്ലേ? ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലോ കോസ്റ്റ് ഫേമുകൾ വരാം, ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേമുകൾ വരാം, ഇനി ബാരോമെട്രിക് ആയിട്ടുള്ള ഫേമുകളും വരാം. അപ്പോൾ ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. ലോ കോസ്റ്റ് ഫേം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു റീസൺ ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രോഡക്റ്റ് അറ്റ് വെരി ലോ പ്രൈസ്ഡിന് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അവരെന്ത് ചെയ്യാണ്, ഏറ്റവും ലോ പ്രൈസ് ഫിക്സ് ചെയ്യാണ്. ആൻഡ് ദെൻ നമ്മുടെ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ഉള്ള പല ഫേമുകളിൽ ഒരു ഫേമാണ് ബാരോമെട്രിക് ആയിട്ട് വരുന്നത്. അവർ തന്നെ സ്വയം മുൻകൈ എടുത്ത് ഞങ്ങൾ ഫിക്സ് ചെയ്യാമെന്നുള്ള രീതിയിൽ. സോ അവരത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ട് about the market.
And second thing is, and they can predict the future scenario also. So ഇതിനെ ബേസ് ചെയ്തിട്ട് they can fix the price. So rival firms അവർക്കറിയാം ഇവർ പറയുന്നത് തെറ്റാറില്ല എന്നുള്ളത്. So they automatically accept the price എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്കുള്ളൂ, പ്രൈസിങ് അണ്ടർ കൊല്യൂഷൻ അല്ലെങ്കിൽ കൊല്യൂസീവ് ഒലിഗോപോളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ വരുന്നത് കോമ്പറ്റീഷൻ ഓൾവേസ് റെഡ്യൂസസ് പ്രോഫിറ്റ് മാർജിൻസ് ആൻഡ് റിസൾട്ട്സ് ഇൻ ലോവർ പ്രോഫിറ്റ് ഫോർ ദ ഫേം. അല്ലേ, നമുക്കറിയാം കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ വി ആർ ദി പ്രൈസ് മേക്കർ ആൻഡ് വി ആർ ദ പേഴ്സൺ ഹു ഈസ് എൻജോയിങ് മോസ്റ്റ് ഓഫ് ദി പ്രോഫിറ്റ് എന്നുള്ളതാണ്. ബട്ട് വെൻ എ കോമ്പറ്റീറ്റർ ഹാസ് കം ഇൻ ദ ഇൻഡസ്ട്രി, ഒരു കോമ്പറ്റീറ്റർ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ അവിടെ റെഡ്യൂസ് ആവും, അതേപോലെ നമ്മുടെ സെയിൽസും അവിടെ കുറയും. കാരണം വി ഹാവ് ടു ഷെയർ ഇറ്റ്, അല്ലേ. അപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് രണ്ട് കമ്പനീസും കൊണ്ടുവന്ന് അവരെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. പീപ്പിൾ മേ സെലക്ട് ഫ്രം ബോത്ത് ദി കമ്പനീസ് സോ ദാറ്റ് എവറിത്തിങ് ഇസ് ഷെയർഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സംടൈംസ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ക്യാൻ ഈവൻ ലീഡ് ടു ലോസസ്. അപ്പോൾ അത്രയും ടഫ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ചില ഫേമുകൾ ലോസും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്, this can happen in oligopoly also if the competition between the firms is intense എന്നുള്ളതാണ്. അപ്പം sometimes oligopoly firms avoid the negative consequences of competition through collusion. Collusion means എന്താണ്, coming together or playing together. If there is collusion under oligopoly, the market form is called collusive oligopoly. So better understanding will be there and both are good players. അല്ലെങ്കിൽ ഫേംസ് എല്ലാവരും കൂടി ഒരുമിച്ച് വരികയാണ്, അവർക്ക് ഒരു പരസ്പര ധാരണ ഉണ്ടാക്കുന്ന ഒരു രീതി. Collusion between firms can be formal or informal. When collusion is formal, firms reach an understanding and formal agreement regarding the total output to be produced by all firms. അപ്പോൾ അവിടെ വരുമ്പം ഒരു കൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ രീതിയാണെന്നുണ്ടെങ്കിൽ there will be good understanding between the firms and they will decide what output each firm has to produce and at what price each product has to be sold. അതൊരു കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു ധാരണയിൽ എത്തുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ആൻഡ് ദെൻ firms reach an understanding and formal agreement regarding the total output to be produced by all the firms, the market share of each firm, and the price at which a product is to be sold. This kind of collusion results in formation of cartels. But cartels are difficult in modern times because of competition laws and anti-monopoly laws. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ആൾക്കാർക്ക് അവരവരുടെ കമ്പനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, so sometimes oligopoly firms reach an understanding about the output and opt for price competition. At other times they reach an understanding about the price and compete to gain market share. അപ്പോൾ മാക്സിമം മാർക്കറ്റ് ഷെയർ എല്ലാവരും ഒരേപോലെ ഗെയിൻ ചെയ്യാനും ഒരേപോലത്തെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഔട്ട്പുട്ടും ഡിസൈഡ് ചെയ്യാനും ഒക്കെ നമുക്കൊരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, as already mentioned, in cartelization is difficult between firms. പക്ഷേ പല നേഷൻസിലും ഇത് പോസിബിൾ ആണ്. അപ്പോൾ അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഇല്ല. ദ വേൾഡ്സ് ലാർജസ്റ്റ് കാർട്ടൽ എന്ന് പറയുന്നത് OPEC ആണ്, ദറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. ഇവർക്ക് this is a cartel of 14 oil producing and exporting countries എന്നുള്ളതാണ് നമുക്കവിടെ വരുന്നത്. സോ അവിടെ എന്താ പറയുക, അത് ചില നേഷൻസ് വലിയ ഒരു ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപോളി. ഓരോ സെഷൻ കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ ഡിസ്റ്റിങ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ.
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. ഇപ്പം നമുക്ക് അതിനോടൊപ്പം ആര് വന്നിട്ടുണ്ട്? ഒലിഗോപ്പൊളിയും വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വളരെ ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു ടേബിളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫേംസ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടായിരിക്കും, മൊണോപ്പൊളിയിൽ ഒരു ഫേം തന്നെ ഉണ്ടാവുള്ളൂ, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്പർ ഓഫ് ഫേംസ് ഉണ്ടായിരിക്കും, ഒളിഗോപ്പൊളിയിൽ ഫ്യൂ ഫേംസേ ഉണ്ടാവുള്ളൂ. നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി ആൻഡ് ഒളിഗോപ്പൊളിയിലും നമുക്ക് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ഉണ്ട്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ഉണ്ട്. ഒളിഗോപ്പൊളിയിലും ചെറിയ രീതിയിൽ ഡിഫറൻഷിയേഷൻ വരുന്നുണ്ട്. ഇനി വരുന്നത് ഡിമാൻഡ് കർവാണ്. ഡിമാൻഡ് കർവിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മൊണോപ്പൊളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഒളിഗോപ്പൊളിയിൽ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ആണ്, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇനി പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം പ്രൈസാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിയിൽ യൂണിഫോം, അതല്ലാന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി ആയിട്ട് വരാറുണ്ട്. പിന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലും ഒളിഗോപ്പൊളിയിലും ഡിഫറെൻറ്റ് പ്രൈസിങ് ആണ് അവിടെ വരുന്നത്. ഇനി ഫ്രീഡം ഓഫ് എൻട്രിയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് മോണോപ്പൊളി ബാക്കി എല്ലാത്തിലും ഫ്രീഡം ഓഫ് എൻട്രി അവൈലബിൾ ആണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയിലേക്ക് വരാം, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാവുന്നതുമാണ്. ഓക്കെ, നേരെ മറിച്ച് മോണോപ്പൊളിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല, ഇഷ്ടംപോലെ ബാരിയേഴ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കയറി അവർക്കൊരു കോമ്പറ്റീറ്ററായിട്ട് മാറാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നെക്സ്റ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് വേരിയസ് ഫോംസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡുവോപ്പൊളി, മൊണോപ്സോണി, ബൈലാറ്ററൽ മോണോപ്പൊളി ആൻഡ് ഒലിഗോപ്സോണി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങളായിട്ട് വരുന്നത്. അതും കൂടിയും എടുത്തിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പ്രൊഡക്ഷൻ ഫങ്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിപ്പോൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സിലബസിൽ. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് കൺഫേം ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. സോ വിൽ സി വാട്ട് ഈസ് ഡുവോപ്പൊളി എന്നുള്ളത്. ഡുവോ മീൻസ് ടു എന്നുള്ളതാണ്. ദറ്റ് ഈസ് ടു സെല്ലേഴ്സ് ആണ് അവിടെ വരുന്നത്. ടു സെല്ലേഴ്സ് മേ ബി സെല്ലിംഗ് ഐഡൻറ്റിക്കൽ ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. സോ അവിടെ ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയിരിക്കാം. അതൊക്കെ ഒരു നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ടാറ്റ മോട്ടോഴ്സും അതേപോലെ തന്നെ അശോക് ലൈലൻഡ്, അവർ രണ്ട് പേരും ദ ബിഗ്ഗസ്റ്റ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. സോ ഡുവോപ്പൊളി എന്ന് പറയുന്നത് ദർ വിൽ ബി ഓൺലി ടു സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ മോണോപ്സോണി. മോണോ മീൻസ് സിംഗിൾ ആൻഡ് സോണി മീൻസ് ബയർ. സോ സിംഗിൾ ബയർ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോണോപ്സോണി മീൻസ് സിംഗിൾ ബയർ. ദ സിംഗിൾ ബയർ ബൈസ് ദ എൻറ്റയർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സെല്ലേഴ്സ്. അപ്പോൾ സെല്ലേഴ്സ് അവിടെ കൂടുതലുണ്ടായിരിക്കും, പക്ഷേ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഒരൊറ്റ ബയർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ മെനി ഫേംസ് മാനുഫാക്ചറിങ് റെയിൽ കോച്ചസ് ഫോർ ഇന്ത്യൻ റെയിൽവേസ് അല്ലേ. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് പർച്ചേസ് ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ ബയറായിട്ട് വരുന്നത്. അവർക്ക് വേണ്ടി എത്രയോ ഫേമുകളായിട്ട് അല്ലെങ്കിൽ എത്രയോ ഫാക്ടറീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊറ്റ ടീം മാത്രമേ മേടിക്കുന്നുള്ളൂ, റെയിൽവേ. And then bilateral monopoly. This is the market situation characterized by the existence of a single buyer and single seller. ഈ ബൈലാറ്ററൽ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ സിംഗിൾ ബയറേ ഉള്ളൂ ആൻഡ് സിംഗിൾ സെല്ലറേ ഉള്ളൂ. ദ മൊണോപ്പൊളി ഓഫ് ദി സെല്ലർ ഇസ് മാച്ച്ഡ് ബൈ ദ മൊണോപ്സോണി ഓഫ് ദി ബയർ. സോ എന്താണോ ബയർ ആഗ്രഹിക്കുന്നത് അത് മൊണോപ്പൊളി ആയിട്ടുള്ള സെല്ലർ മാനുഫാക്ചർ ചെയ്യുന്നു. അത് അവർ രണ്ടുപേരും മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ഒലിഗോപ്സോണി. ഒലിഗോപ്സോണി ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്യൂ ബയേഴ്സ്. ഒലിഗോപ്പൊളി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫ്യൂ സെല്ലേഴ്സാണ്, അപ്പോൾ ഇവിടെ ഫ്യൂ ബയേഴ്സാണ് നമുക്ക് വരുന്നത് ആൻഡ് മെനി സെല്ലേഴ്സ്. ദിസ് ക്യാൻ ബി അഡ്വാൻറ്റേജസ് ടു ദി ബയേഴ്സ് എന്നത്. കാരണം മെനി സെല്ലേഴ്സ് ഉണ്ട്, ബയേഴ്സ് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അവർക്ക് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സെല്ലർ ആരാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ടോപ്പിക്. അപ്പോൾ നമ്മൾ ഏകദേശം ഒളിഗോപ്പൊളിയും
മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റിമൈനിങ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.